ഹായ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. മിസ്സായി പോയതാണ്, കുറച്ച് തിരക്കുകളായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു ബുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും അറിയുന്ന പോലെ ബുക്ക് റിവ്യൂസ് ഇടുന്നുണ്ട്, പിന്നെ ലിറ്ററേച്ചർ കോട്ട് ഇടുന്നുണ്ട്. അതിനെക്കുറിച്ച് ചുമ്മാ ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്നുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ്, പിന്നെ നമ്മളിടയ്ക്ക് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബുക്കിലേക്ക് പോകാം. ഇതൊരു ഭയങ്കര എന്താ പറയുക, ക്രിട്ടിക്സ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ടൈപ്പ് ബുക്ക് റിവ്യൂ ഒന്നുമല്ല. ഒരു സാധാരണ ഒരാൾ വായിച്ചിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നത് അത് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് ഭയങ്കര എന്താ പറയുക, ഒരു വലിയ ടെക്നിക്കൽ സൈഡൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ബുക്കിൻ്റെ പേര് ഇതാണ്. ബുക്ക് ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി. രവീന്ദർ സിംഗ് എന്ന് പറയുന്ന ആളുടെ ബുക്കാണ് കേട്ടോ, റൈറ്ററിൻ്റെ ബുക്കാണ്. ലവ് സ്റ്റോറിയാണ്. ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി എന്ന് പറയുമ്പം ലവ് സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ടിപ്പിക്കലി കേട്ടിട്ടുള്ള പോലത്തെ ഒന്നുമല്ല. ആദ്യ ഭാഗങ്ങൾ നമ്മളെന്ന് സന്തോഷിപ്പിച്ചിട്ട് അവസാന ഭാഗത്ത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ലവ് സ്റ്റോറി ബുക്കാണ്. റിയൽ സ്റ്റോറിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചുകൂടി ഇത് റിയൽ ആയിരുന്നല്ലോ എന്നറിയുമ്പം നമുക്കൊരു സങ്കടമൊക്കെ തോന്നും. അപ്പോൾ ആദ്യത്തെ ഭാഗമൊക്കെ ഞാൻ പറയാം. അതായത് നമ്മൾ കഥയൊന്നും പറയുന്നില്ല. രവീന്ദർ സിംഗ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ, അദ്ദേഹം ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാവുന്നതാണ് ആദ്യത്തെ ഭാഗം. അപ്പോൾ ആസ് യൂഷ്വൽ പ്രണയത്തിലൊക്കെ ഉണ്ടാവുന്ന പോലെ അവർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. നമുക്ക് ശരിക്കും സത്യം പറഞ്ഞ് ഈ ബുക്ക് വായിച്ചു വരുമ്പോഴത്തേനും ഫസ്റ്റ് പാർട്ടൊക്കെ ഈ രവീന്ദർ സിംഗിൻ്റെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ശരിക്കും നമ്മൾ ഇവരിപ്പോൾ ഫോൺ വിളിക്കുന്നതൊക്കെ ഇതിൽ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ നമ്മളാണ് അതിലൊരാളെന്നൊക്കെ വിചാരിച്ച് പോകുന്ന ടൈപ്പ് നറേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിൾ ലാംഗ്വേജാണ്. പിന്നെ നമുക്കൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കൾച്ചർ തന്നെയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഭയങ്കര റിലേറ്റബിൾ ആണ്. അപ്പോൾ ഇതിലെ ക്യാരക്ടർ, ഈ ലവറിൻ്റെ പേര് ഖുഷി എന്നാണ്. സോ ആസ് യൂഷ്വൽ അത് എന്താ പറയുക, പേര് പോലെ തന്നെ ആളത്ര ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അവരുടെ പ്രണയമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അവർ രണ്ടുപേരും കുറച്ച് നാളത്തേക്ക് വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഒരു മിസ്സിങ്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. പിന്നെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് അതിൻ്റെ ഒരു എൻഡിങ് പാർട്ടിലേക്ക് വരുന്നത്. അവിടെയാണ് നമുക്കൊന്ന് കുറച്ച് സ്റ്റക്കായി പോകുന്നത്. ഇതാണ് കേട്ടോ ആ ബുക്ക്. കുറച്ചുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 199 പേജ് ഉണ്ട്, അക്നോളജ്മെൻറ്റ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേന് ഫെയ്റ്റ്, വിധി അവരെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ട്. അതായത് ഇപ്പം നമുക്ക് സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം എല്ലാവരും പറയുന്ന പോലെ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പലപ്പോഴും ഈവൻ നമ്മളിപ്പം സ്നേഹിക്കുന്നവർ പരസ്പരം ഭയങ്കര ഓണസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ വിധി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതവരെ സെപ്പറേറ്റ് ചെയ്തേക്കാം. ശരിക്കും അത് നമുക്ക് മനസ്സിലാവും ഈ ബുക്കിൽ. കാരണം അത്രയേറെ രണ്ടുപേരും സ്നേഹിച്ച് ഏകദേശം മാരേജിൻ്റെ അടുത്ത് എൻഗേജ്മെൻ്റ് എത്തുന്ന സമയത്താണ് അതിലൊരാൾ മരിക്കുന്നത്. ആ മരണത്തോടു കൂടി അവരുടെ പ്രണയം ഇല്ലാതാവുന്നതാണ് ഈ ഒരു സ്റ്റോറി. ശരിക്കും നമ്മൾ അവസാന പാട്ടെത്തുമ്പോഴേക്കും നമുക്കറിയാം, ഇത് വായിച്ചു വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഫേറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കറിയാം, ഏകദേശം നമ്മൾ ഗസ് ചെയ്യും ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ പോലും നമുക്കിത് വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ ഞാനിത് വായിച്ച് വന്ന് ഫസ്റ്റൊക്കെ ഇവരുടെ സ്നേഹം കണ്ട് നമുക്കറിയാം ഇതിൻ്റെ എൻഡിങ് മിക്കവാറും ഇങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ആ ഒരു നറേഷനായിരിക്കാം, ചിലപ്പോൾ അയാൾ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻ എനിക്ക് അറിയണം എന്നുള്ളത് കൊണ്ടാവാം ഞാൻ അത് എൻ്റെ വരെ വായിച്ചു തീർത്തു. ശരിക്കും വായിച്ചു തീരുമ്പോഴത്തേന് നമുക്കൊരു ഭയങ്കര ഒരു സങ്കടം തോന്നും. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഓരോ വാക്കുകളിലും രവീന്ദർ സിംഗ് അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ പ്രത്യേകിച്ചൊന്നും ആഡ് ഓൺ ചെയ്യേണ്ടി വരുന്നില്ല. ആസ് എ റീഡർ നമുക്കൊന്നും ആഡ് ഓൺ ചെയ്യേണ്ടി വരുന്നില്ല. അതായത് ചില കാര്യങ്ങളിൽ, ചില എഴുത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും, ചില ഹിൻ്റ് നമുക്ക് ഇട്ട് തന്നേക്കുവാണ്. ബാക്കി നമുക്ക് ഇമാജിൻ ചെയ്യാം അയാൾ ഗോ ത്രൂ ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഹിൻ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഓൾ ദി ഇമോഷൻസ് എന്ത് തന്നെ ആയിക്കോട്ടെ,
സങ്കടം, സന്തോഷം തുടങ്ങി എന്ത് തന്നെ ആയിക്കോട്ടെ, ആളത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. സോ നമുക്ക് പിന്നെ രണ്ടാമത് തോട്ടിൻ്റെ ആവശ്യം തന്നെയില്ല. അങ്ങനെ അവസാനം ഫെയ്റ്റ് അവരെ സെപ്പറേറ്റ് ചെയ്യുന്നതും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നു, ഞാൻ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയാണ്, നമുക്കൊരു ക്യൂരിയോസിറ്റി വരും, കാരണം ഇതൊരു റിയൽ സ്റ്റോറിയാണ്. സോ ഇപ്പോൾ ആളെങ്ങനെയായിരിക്കും, ഇപ്പോൾ ആളെ ഹാപ്പിയാണ്, ഇപ്പോൾ ഒരു പാർട്ട്ണറെ കണ്ടെത്തിയിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും വേറൊരാളിലേക്ക് അത്രയും സ്നേഹിച്ച ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോയിട്ടുണ്ടാവുക തുടങ്ങിയ കുറേ ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ടാണ് ഈ ബുക്ക് അവസാനിക്കുന്നത്. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നു. സോ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത്. ഒരുപാടൊന്നുമില്ല, ഒരു സിമ്പിൾ ലവ് സ്റ്റോറി, ബട്ട് ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. അപ്പോൾ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വായിക്കാൻ മറക്കണ്ട. ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി, അതാണ് ബുക്കിൻ്റെ പേര്. രവീന്ദർ സിംഗ് എന്നാണ് റൈറ്ററിൻ്റെ പേര്. ഓക്കെ, ബൈ.